2026 തുടങ്ങിയ മുതൽ ഫുള്ള് സെറ്റ് ബാക്സ് ആണ്. ആദ്യം ഒരു ഇഞ്ചറി ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞായിരുന്നല്ലോ, വീണ് മുട്ടൊക്കെ മുറിഞ്ഞ് കുറേ ദിവസം അങ്ങനെ പോയി. അതിൽ ഒന്ന് റിക്കവറായി ഒന്ന് തിരിച്ച് റൂട്ടീനിലോട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷനായി. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് റണ്ണൊന്നും നടന്നിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് റൺ ചെയ്യാമെന്ന്. പക്ഷേ ഇന്ന് കുറച്ച് പാടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്കിന് ശേഷം ഞാൻ ഓടിയ ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 400 മീറ്റർ എനിക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സ് റണ്ണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഓടി തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ശ്വാസം കിട്ടുന്നില്ല. കാരണം എനിക്ക് പണ്ട് ആസ്മ ഉണ്ടായിരുന്നതാണ്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്, പിന്നെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് റണ്ണിങ്ങിലോട്ട് വന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ആദ്യത്തെ 1 കിലോമീറ്റർ ഓടിയപ്പം ഭയങ്കര ഒരു ഔട്ട് ഓഫ് ബ്രെത്ത് ഫീലായിരുന്നു. എനിക്ക് ഓടാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ തോന്നിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 200 മീറ്റർ ഓടി, പിന്നെ നടന്നു, 200 മീറ്റർ ഓടി, പിന്നെ നടന്നു. അപ്പോൾ ആദ്യത്തെ 1 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 7:40 പേസൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 5:10 ഓടുന്ന ഒരാൾക്ക് അത് വളരെ സ്ലോ ആണ്. പക്ഷേ ആ ഒരു പേഷ്യൻസ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെൻ്റൽ ബ്ലോക്ക് കാണും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു മെൻ്റൽ ബ്ലോക്ക് കാണും. അത് നോർമലാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് പുഷ് ചെയ്യാതിരിക്കുക. ബോഡിയെ കൊണ്ട് പറ്റുന്ന അത്രയും മാത്രം നിങ്ങൾ സ്ട്രെസ്സ് കൊടുക്കുക. രണ്ടാമത്തെ ലാപ്പായപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബ്രേക്ക് കുറയ്ക്കാൻ പറ്റും. അത് 200 മീറ്റർ ആദ്യം ഓടിക്കൊണ്ടിരുന്ന ഞാൻ 400 മീറ്ററൊക്കെ ഓടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും റൺ വാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പേസ് ഡ്രോപ്പായ ഒരു 7:20 വരെയൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു റിതം ഒന്ന് ബിൽഡായി തുടങ്ങി. 3ാമത്തെ കിലോമീറ്റർ ഫുള്ള് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓടിയ, ബ്രേക്കൊന്നും എടുത്തില്ല. കാരണം അപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഒന്ന് അഡാപ്റ്റായി തുടങ്ങി. സോ ബേസിക്കലി നിങ്ങൾ റണ്ണ് ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി റണ്ണിങ് മറക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ആക്ടിവിറ്റി കുറേ ദിവസം കഴിഞ്ഞ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളപ്പോൾ ബ്രീത്തിങ് ഒക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അത് മനസ്സിലാക്കി തിരിച്ച് ട്രെയിനിങ്ങിലോട്ട് വരിക. കണ്ടക ശനിയാണെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ അതൊന്ന് റിക്കവർ ആവാൻ നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് വേണം. സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത്. ഇതിലും സബ്ടൈറ്റിൽ ഇടാനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോഴും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതുപോലത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഞാനിനി എൻ്റെ റിക്കവറി എങ്ങനെയാണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ബൈ.